ഹായ് ഹലോ, ഇന്നൊരു കുർത്ത പെയിൻറ്റിങ് വീഡിയോ ആണ്. കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ വരുന്നുണ്ട് ഈ മന്ത്. അപ്പോൾ ഞാൻ ഓർത്തു അവരുടെ കുർത്ത ഒന്ന് എന്തെങ്കിലും ഒരു വർക്ക് കൊടുത്ത് ഡിസൈൻ ചെയ്തെടുക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഞാൻ ഒരു വാർലി പെയിൻറ്റിങ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കുറേ ഏത് ചെയ്യണമെന്നൊക്കെ ആലോചിച്ച് അവസാനം ഇരുന്നപ്പോൾ തോന്നിയ ഒരു ഐഡിയയിൽ ചെയ്യുന്ന വർക്കാണിത്. അപ്പോൾ ഞാൻ ആദ്യം ഒരു ഔട്ട്ലൈൻ ബോക്സായിട്ട് ഒന്ന് കൊടുത്തിട്ട് അതിൽ ജസ്റ്റ് ഇത് ഹീറ്റ് ഇറേസബിൾ പെന്നാണ്, അത് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതാകുമ്പോൾ ലാസ്റ്റ് പെയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് അയൺ ചെയ്തെടുത്താൽ ആ മാർക്കിങ് അങ്ങ് പോവുകയും ചെയ്യും. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വാർലി പെയിൻറ്റിങ് ഒരു ഡ്രസ്സിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്ത് വരുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഓർത്തൊന്ന് പെയിൻറ്റ് ചെയ്ത് ഒന്ന് വരച്ച് കൊടുത്തിട്ട് പെയിൻറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഇതിൽ ഞാനൊരു ആനയുടേത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു പശുവാണ്. വാർലി പെയിൻറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ പോലും കുഞ്ഞ് നല്ല അടിപൊളിയായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് ടൈപ്പ് പെയിൻറ്റിങ്ങാണ് വാർലി പെയിൻറ്റിങ്. അപ്പോൾ അടുത്തത് ഇതൊരു മയിലാണ്. ഇത് ഇങ്ങനെയൊക്കെയാണ് ഈ വാർലി പെയിൻറ്റിങ് എന്ന് പറയുന്നത്. അടുത്ത് ഞാനൊരു കിളിയെ കൊടുക്കുന്നുണ്ട്. സിമ്പിളായതുകൊണ്ട് തന്നെ ഔട്ട്ലൈൻ ഇല്ലാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് പെയിൻറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. എങ്കിലും ഞാൻ ജസ്റ്റ് ഇതെങ്ങനെ വരുമെന്ന് അറിയാനെ കൊണ്ടിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഒരു ആനയായി, ഒരു പശുവായി, ഒരു മയിലായി, ഒരു കിളിയായി, പിന്നെ ഒരു ചെടിയും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് പെയിൻറ്റ് വെച്ച് വരയ്ക്കുമ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് ഒരു ഐഡിയ ഉണ്ടാവും. മാറിയൊന്നും പോകാതെ പെട്ടെന്ന് വരച്ച് പോകാൻ പറ്റും. വാർലി പെയിൻറ്റിങ് ആയതുകൊണ്ട് നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് എളുപ്പത്തിൽ വരച്ചെടുക്കാൻ പറ്റും. നമ്മുടെ കൈ പോകുന്നതാണ് അതിൻ്റെ വരയെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് റൂളുകളും ഒന്നും വലുതായിട്ടില്ല, നമുക്കിഷ്ടമുള്ള രീതിയിൽ വരയ്ക്കാം. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഔട്ട്ലുക്ക്. ഞാനിവിടെ ബ്ലാക്കാണ് പെയിൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. യെല്ലോ ആയതുകൊണ്ട് ബ്ലാക്ക് എടുത്തുവെന്നേ ഉള്ളൂ. യെല്ലോയിൽ തന്നെ വൈറ്റ് ആണെങ്കിലും റെഡ് ആണെങ്കിലും നല്ല രസമുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ബ്ലാക്ക് വെച്ചിട്ട് ചെയ്യാമെന്ന് ഓർത്തു. പോയിൻറ്റഡ് ബ്രഷ് ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഇപ്പോൾ ഇത് എൻ്റെ കയ്യിലിരിക്കുന്നത് പോയിൻറ്റഡ് ബ്രഷാണ്. ഏതാണെന്നുള്ള അതൊക്കെ മാഞ്ഞു പോയി, ഏത് ടൈപ്പാണ്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറേ പെയിൻറ്റഡ് ബ്രഷ് ഇപ്പോൾ എവിടെയാണെന്ന് കാണാനില്ല. നാട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേനെ ബോക്സിനകത്താക്കി വെച്ചിട്ട് കുറേ നാളായില്ലേ, അതുകൊണ്ട് എവിടെയൊക്കെ എന്തൊക്കെ ഇരിക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഉള്ളതൊക്കെ വെച്ചിട്ടുള്ളൊരു വരയും ഒക്കെയാണിപ്പോൾ. അങ്ങനെ നമ്മുടെ ആന കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആന കഴിഞ്ഞിട്ട് അടുത്തതിനി പശുവാണ്. പശു ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ടുള്ളത് കൊണ്ട് ചുമ്മാ പോലും തെറ്റിപ്പോകുമെന്നുള്ളൊരു പേടി വേണ്ട. ചുമ്മാ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ പ്ലെയിനായിട്ടുള്ള ഏതെങ്കിലും ഡ്രസ്സിലൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ സമയം പോവും, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്നുള്ളൊരു ഫീലും കിട്ടും, കാണാൻ ഒരു അടിപൊളി ലുക്കും കിട്ടും, എല്ലാം നടക്കും. അങ്ങനെ ഇതാണൊരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇത് ഞാൻ ഫുള്ള് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആണ് ഫുൾ വീഡിയോ പെയിൻറ്റ് ചെയ്യുന്നത് എടുക്കാൻ. പിന്നെ രണ്ടുപേരുടെയും പേര് ഞാൻ പോക്കറ്റിൽ, കുഞ്ഞുങ്ങളുടെ ആയതുകൊണ്ട് എൻ്റെ കയ്യിലിരിക്കുന്ന ഹൂപ്പ് വലുതാണ്. ഹൂപ്പിനകത്തിട്ട് പെയിൻറ്റ് ചെയ്യുമ്പോഴേ ആ ഒരു ഫാബ്രിക് വലിഞ്ഞു നിന്നാൽ മാത്രമേ ആ ഒരു പെർഫെക്ഷൻ കൂടുതൽ കിട്ടുള്ളൂ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ ഹൂപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഹൂപ്പിലില്ലാതെ ഇരിക്കുന്നതുകൊണ്ടാണ് ചെറിയൊരു ചുളിവൊക്കെ ഉള്ളത്. ഹൂപ്പിലിട്ട് ആണ് എപ്പോഴും പെയിൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.